ഓക്കെ, അപ്പോൾ നമ്മളെ മോഷൻ ഇൻ എ പ്ലെയിനിൽ നമുക്ക് പാർട്ട് 2 ഇന്ന് ചെയ്യാം. ഓക്കെ, എൻ്റെ പെന്നെ നടത്തോട്ടെ. ഇത് ആക്ച്വലി ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ എഴുതിയ കാലത്ത് എവിടെ ചോദിച്ചിട്ടുണ്ട്. പബ്ലിക് എക്സാമിൽ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ട് എന്നെ വല്ലാതെ കുഴപ്പിച്ചിട്ടുണ്ട്. എ ഫുട്ബോൾ ഈസ് കിക്ക്ഡ് ഇൻ ദ എയർ വെർട്ടിക്കലി അപ്വേർഡ്സ്. ഒരു ഫുട്ബോൾ എടുത്തിട്ട് നേരെ മുകളിലോട്ടേക്ക് ഒരു കിക്ക് അങ്ങ് കൊടുത്ത്. വാട്ട് ഈസ് ഇറ്റ്സ് ആക്സലറേഷൻ ആൻഡ് വെലോസിറ്റി അറ്റ് ഹയസ്റ്റ് പോയിന്റ്. അപ്പോൾ നമുക്കറിയാം ആക്സലറേഷൻ അറ്റ് ഹയസ്റ്റ് പോയിന്റ്, അവിടെ ഒരു ആക്സലറേഷൻ ആക്ട് ചെയ്യുന്നുണ്ട്. ആ ജി എന്ന് പറയുന്ന സാധനം ഇങ്ങനെ ഞാൻ പറയില്ല ഇങ്ങനെ അതിൻ്റെ താഴോട്ടേക്ക് വലിക്കുന്നുണ്ട്. അപ്പോൾ ഒരു -g ആക്സലറേഷനും വെലോസിറ്റി അറ്റ് ഹയസ്റ്റ് പോയിന്റ് 0. അവിടെ എന്താ നമ്മളെ ബോൾ മുകളിലേക്ക് പോയി ലാസ്റ്റ് അവിടെ സ്റ്റോപ്പായി പിന്നെ താഴേക്ക് വരും. മോള് പോയി ലാസ്റ്റ് ഒരു സ്ഥലത്ത് എന്താണ് അവിടെ അത് 0 ആയിപ്പോയി വെലോസിറ്റി. പക്ഷെ എന്താണ് ആ സമയത്ത് പോലും നമ്മളെ എന്താണ് ഗ്രാവിറ്റി ഇങ്ങനെ ഒരു ആക്സലറേഷൻ ഇങ്ങനെ പിടിച്ച് വലിക്കുന്നില്ല താഴോട്ടേക്ക്. അപ്പോൾ അതാണ് ആ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ എ ബോയ് ട്രാവലിംഗ് ഇൻ എ ഓപ്പൺ കാർ മൂവിങ് ഓൺ എ ലെവൽ. അപ്പോൾ നമ്മളെ ഒരു കാറുണ്ട്, നമ്മളിങ്ങൾക്ക് അറിയാലോ ഒരു വിൻഡോയിലും തുറക്കാൻ പറ്റുന്ന മുകളിലത്തെ ഒരു വിൻഡോയിലും തുറക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാറിൽ ഇപ്പം നമ്മൾ എന്തുണ്ട് നമ്മളെ മോഡേൺ വേൾഡിൽ ഇപ്പോൾ അങ്ങനത്തെ കാർസ് എല്ലാം ഉണ്ട്. അവിടെ ലെവൽഡ് റോഡ് ഒരു ലെവലായിട്ടുള്ള റോഡ് പോകുന്നുണ്ട് വിത്ത് കോൺസ്റ്റന്റ് സ്പീഡ് ടോസസ് എ ബോൾ വെർട്ടിക്കൽ. അപ്പോൾ ഇയാൾ എന്ത് ചെയ്ത് ഒരു പ്രൊജക്റ്റൈൽ മോഷൻ പോലെ ഇവിടുന്ന് ഒരു ബോൾ ഇങ്ങനെ മുകളിലോട്ടേക്ക് എറിഞ്ഞ്. എന്തിനാ ചെങ്ങ ഇങ്ങനെ എറിഞ്ഞെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷേങ്കിൽ ആ ചെങ്ങയ്ക്ക് പെരാന്താന്ന് തോന്നുന്നുണ്ട്. കാരണം ആരും മറ്റേന്നറിയാം ഇത് പോകുന്ന റോഡ് സൈഡിൽ റോഡിൽ കൂടെ വണ്ടി പോകുന്നത് ഒരിക്കലും അതിൻ്റെ എന്ന് പറയുന്നത് കാറിന് ഇങ്ങനെ എന്ന് പറയുന്നത് ബോൾ എറിയേണ്ട ഒരു ആവശ്യം ഞാൻ കാണുന്നില്ല. പക്ഷേങ്കിൽ എന്താ ഇവരിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പറയുമ്പോൾ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഈ ചങ്ങ ഇങ്ങനെ എന്ത് ചെയ്യുന്നത് ഒരു ബോൾ എറിഞ്ഞ് അതിലപ്പോൾ ഒരു പ്രൊജക്റ്റൈൽ പോലെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ എന്താ ആൻഡ് ഇറ്റ് ക്യാച്ചസ് ഇറ്റ് ബാക്ക്. സ്കെച്ച് ദ മോഷൻ ഓഫ് എ ബോൾ ആസ് ഒബ്സർവ് ബൈ ദ ബോയ് സ്റ്റാൻഡിങ് ഓൺ ദ ഫുട്പാത്ത്. ഇതിൻ്റെ സംഭവം എന്താ നിങ്ങൾക്ക് അറിയാം. ഇവിടുന്ന് ഈ ബോൾ എറിഞ്ഞിട്ട് എന്ത് ചെയ്തു ഈ ബോൾ മുകളിലേക്ക് പോയി. അപ്പോഴത്തേക്ക് കാറ് ഒരു ഡിസ്റ്റൻസ് ഇത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇത് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് മുകളിലേക്ക് എറിഞ്ഞത് അപ്പോൾ എന്താ പറയുക ആ മോളിൽ തന്നെ വീണിട്ട് അപ്പോൾ റോഡിലായിരിക്കും റോഡിലല്ല പോവുക. ഇതിങ്ങനെ മുകളിലേക്ക് പോയി ലാസ്റ്റ് എന്താ അത്ഭുതകരമെന്ന് പറയട്ടെ ഇങ്ങനെ വന്നിട്ട് ഇയാളെ കറക്റ്റ് ഇവിടെ എത്തുന്നപ്പോഴത്തേക്ക് ഇയാളെ കയ്യിലത് എത്തിയിരുന്നു. ഇതിൻ്റെ ആക്ച്വലി ഒരു എക്സ്പെരിമെൻറ്റ് ഞാൻ വെറുതെ ഒരു യൂട്യൂബിലൊരു ഷോർട്സ് കാണാൻ പറ്റി ഞാൻ കണ്ടിട്ടുണ്ട്. ഒരാൾ ഒരു സ്കൂട്ടറിൽ 2 ആൾക്കാർ പോകുന്നുണ്ട്. സ്കൂട്ടറിൽ മുന്നിലിരിക്കുന്ന ആൾ ഡ്രൈവറാണ്, വണ്ടി ഓടിക്കുന്നുണ്ട്. ബാക്കിലിരിക്കുന്ന ആളൊരു ഫുട്ബോൾ എടുത്തിട്ട് മുകളിലേക്ക് എറിഞ്ഞ്. അവർ ഈ സ്കൂട്ടർ ഇവിടുത്തെ വരെ എത്തുന്നപ്പോഴത്തേക്ക് അയാളെ കയ്യിലെന്ത് ഈ മുകളിലേക്ക് എറിഞ്ഞ സാധനം ഇങ്ങനെ ഒരു പാരബോളിക് പാത്തിലോട്ട് ട്രാവൽ അത് ഫീൽ ഇറ്റ് ഇങ്ങനെ ട്രാവൽ ചെയ്തിട്ട് അയാളെ കയ്യിൽ തന്നെ തിരിച്ചത്. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ഓഫ് നമ്മുടെ പ്രൊജക്റ്റൈൽ മോഷന്. അപ്പോൾ ദ പാത്ത് ഓഫ് ബോൾ ഒബ്സർവ്ഡ് ബൈ ദ ബോൾ ആൻഡ് ഫോർ ദിസ് പാരബോളിക് ദ ഹൊറിസോണ്ടൽ സ്പീഡ് ഓഫ് ദ ബോൾ ഇസ് സെയിം ആസ് ദാറ്റ് ഓഫ് ദ കാർ. അപ്പോൾ ഈ കാർ ഇപ്പോൾ ഒരു 20 m/s പോകുന്നതെങ്കിൽ ആ എറിയുന്ന ബോളിനും അത്ര തന്നെയായിരിക്കും സ്പീഡ്, ആ കാറിന് അത്ര തന്നെ സ്പീഡായിരിക്കും. Therefore ബോൾ ആസ് വെൽ കാർ ട്രാവൽസ് ഈക്വൽ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്. രണ്ടും ഹൊറിസോണ്ടലായിട്ട് ഈക്വൽ ഡിസ്റ്റൻസാണ് കവർ ചെയ്യുന്നത്. ഡ്യൂ ടു ഇറ്റ്സ് വെർട്ടിക്കൽ സ്പീഡ് ദ ബോൾ, അതായത് വെർട്ടിക്കലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഒരു VY സ്പീഡിന് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വലിക്കുന്നുണ്ട്. അല്ലെങ്കിൽ VX സ്പീഡ് മാത്രമാണ് ഇങ്ങനെ മുകളിലോട്ടേക്ക് പറന്നു പോകും. പക്ഷേ ഒരു VX സ്പീഡ് ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട് ഇങ്ങനെ താഴോട്ടേക്ക് ഒരു വല്ലാത്തൊരു ഇങ്ങനെ ഉണ്ടല്ലോ ഒരു വലിക്കൽ വെർട്ടിക്കൽ കുത്തനെയുള്ള ഒരു വലിയ കാരണമാണ് ഇങ്ങനെ പോയ സാധനം ഇങ്ങനായി വീണത്. അതാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത്. ഈ ക്വസ്റ്റ്യൻ ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല, ഇപ്പോൾ ഡേഞ്ചറസ് ക്വസ്റ്റ്യനാണ്, നമുക്ക് ഡിസ്കസ് ചെയ്യാം, സമയമുണ്ട്. അതിൻ്റെ മുൻപ് എന്താണ് ഈ പറഞ്ഞാൽ നമുക്ക് ഇനി വേറെ ഏതെല്ലാം ക്വസ്റ്റ്യൻസ് ഇല്ല. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നമുക്കെല്ലാം നോക്കാം. അത് സീലിംഗ് ഓഫ് എ ലോങ് ഹോൾ. ഒരു വീടിനൊരു സീലിംഗ് ഉണ്ട്. ഇതൊരു ഹോളാണ്. ഈ ഹോള് അത് അവിടെ ഞാൻ കൈ ഇങ്ങനെ കാണിക്കുന്നുണ്ട്, അതിനെ സീലിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ സീലിംഗ്? അതായത് ലോങ് ഇസ് 25 മീറ്റർ ഹൈ. അതായത് ഈ നിലവും പിന്നെ ആ സീലിംഗ് ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ് 25 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. വാട്ട് ഇസ് എ മാക്സിമം ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആറ്റ് എ ബോൾ ത്രോൺ വിത്ത് എ സ്പീഡ് ഓഫ് 40 m/s കൻ ഗോ വിത്തൗട്ട് ഹിറ്റിംഗ്. അതായത് ഞാനിവിടുന്ന് പോയി ബോൾ കാണുമെന്നില്ലല്ലോ, ഇതിനെ തൽക്കാലത്തേക്ക് ബോളായിട്ട് അസ്യൂം ചെയ്യാം. ഇതിനെ ഞാൻ എറിയാനൊന്നും പോകുന്നില്ല, കാരണം ഇത് പൊട്ടിപ്പോവും. ഇത് ഞാനിപ്പോൾ ഇത് എറിഞ്ഞിട്ട് എത്ര ഹൈറ്റ് വരെ, അതായത് ഞാൻ ഇതിൻ്റെ 40 m/s എന്ത് ചെയ്ത് ഇവിടുന്ന് ഇങ്ങനെ എറിഞ്ഞ് അത് ആ സീലിംഗ് തട്ടാൻ പാടില്ല. അപ്പോൾ എനിക്ക് എത്ര, അതായത് ആ സീലിംഗ് തട്ടാതെ മാക്സിമം എത്ര ഒരു ഡിസ്റ്റൻസ് വരെ എനിക്കിനി എറിയാൻ പറ്റും. അതാണ് നമ്മൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചാൽ നമ്മൾ ചെയ്ത് നോക്കാം. ഇവിടെ മാക്സിമം ഹൈറ്റിൻ്റെ കോൺസെപ്റ്റ് ഉപയോഗിക്കുന്നത് h=u² sin² θ/ 2g. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെ എന്താ പറയുക മറ്റേ ആംഗിളൊന്നും തന്നില്ലല്ലോ, അപ്പോൾ എങ്ങനെ ചെയ്യാം, നമുക്ക് ചെയ്ത് നോക്കാം. ഗിവൺ ഇനീഷ്യൽ വെലോസിറ്റി, ഞാൻ എറിഞ്ഞ വെലോസിറ്റി 40 m/s, ഹൈറ്റ് ഓഫ് ദ ഹാൾ 25 മീറ്റർ, ലെറ്റ് ദ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ബി θ വെൻ മാക്സിമം ഹൈറ്റ് അറ്റൈൻ ബൈ ബി 20. അപ്പോൾ മാക്സിമം ഹൈറ്റിൽ എത്തുന്ന സമയത്ത് നമുക്ക് ആംഗിൾ എന്തായിട്ട് എടുക്കാം, θ ആയിട്ട് എടുക്കാം. ഇനി ചെയ്ത് നോക്കാം. മാക്സിമം ഹൈറ്റ് അറ്റൈൻ ബൈ ബോൾ ഇസ് ഈക്വൽ ടു h. അപ്പോൾ h ഓൾറെഡി തന്നിട്ടുണ്ട്, മാക്സിമം ഹൈറ്റ് 25 മീറ്റർ. അപ്പോൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? വാട്ട് ഈസ് ദിസ് മാക്സിമം ഹൊറിസോണ്ടൽ? ഓക്കെ, അങ്ങനെയല്ല, നമുക്കിതിൽ ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് ഈ ആംഗിൾ കണ്ടുപിടിക്കാം.
ഓ ഓക്കെ ഓക്കെ ഓക്കെ, ഇവിടെ മാക്സിമം ഹൈറ്റ് തന്നിട്ടുണ്ട്. അതായത് ഒരു ഇങ്ങനെ എറിഞ്ഞ് 25 മീറ്റർ വരെ മാക്സിമം പോകും. അത് അല്ല 25 മീറ്റർ ആണ് ഇതിൻ്റെ ഹൈറ്റ്. അപ്പോൾ ഇത് പോകുന്ന റേഞ്ച് എത്രത്തോളം ഡിസ്റ്റൻസ് ഇത് കവർ ചെയ്യുന്നുണ്ട്, ആ ഹൊറിസോണ്ടൽ റേഞ്ച് ആക്ച്വലി നമ്മൾ കണ്ടുപിടിക്കണം. അതിന് പക്ഷേ എന്ത് വേണം, ഇവിടെ എല്ലാം ഉണ്ട്. പക്ഷേ ഈ തീറ്റ നമുക്കറിയില്ല. ഈ തീറ്റ കണ്ടുപിടിക്കാൻ നമ്മൾ എന്താണ്, ഇപ്പോൾ നമുക്ക് അറിയുന്ന എന്തെല്ലാം ഡാറ്റ ഉണ്ട്, ഹൈറ്റിൻ്റെ ഡാറ്റ വെച്ചിട്ട് അത് കണ്ടുപിടിക്കണം. എച്ച് എസ് ഇക്വൽ യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. അപ്പോൾ ഈ സൈൻ സ്ക്വയർ തീറ്റ കണ്ടുപിടിക്കലാണ്, അല്ലെങ്കിൽ സൈൻ തീറ്റ കണ്ടുപിടിക്കലാണ് നമ്മളെ ജോലി. അപ്പോൾ എച്ച് എത്ര തന്നിട്ടുണ്ട്, നമ്മളെ ഹൈറ്റ് 25 ഈക്വൽ ടു യു എന്ന് പറയുന്നത് 14 സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ. അതേപോലെ തന്നെ ഇതൊരു എക്സ് സ്ക്വയർ ആയിട്ട് കൺസിഡർ ചെയ്തോ. 2 ഇൻറ്റു 9.8 എടുത്ത്. കാരണം ക്വസ്റ്റ്യനിൽ എന്താണ്, ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ടോ, ക്വസ്റ്റ്യനിലൊന്നും പറയുന്നില്ല. ക്വസ്റ്റ്യനിൽ അതിന് ഇത് മെൻഷൻ ചെയ്യുന്നില്ലെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ 9.8 തന്നെ എടുക്കണം, 10 എടുക്കരുത്. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്നും പറയുന്നില്ല, നിങ്ങൾക്ക് 10 സൗകര്യത്തിന് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾ 9.8 തന്നെ എടുക്കണം. ഒരു കാര്യം ചെയ്യുക, ഇതിന് അങ്ങോട്ടേക്ക് പറഞ്ഞേക്ക് 14 സ്ക്വയറിന് താഴെ പറഞ്ഞേക്ക്. അപ്പോൾ സൈൻ സ്ക്വയർ തീറ്റ ഇസിക്കൽ 25 ഇൻറ്റു 2 ഇതെന്തായാലും 50 വരും. പിന്നെ ഒരു 1 ഇത് എന്നാൽ 14 സ്ക്വയർ 1600, ഒരു 5 ക്യാൻസൽ ഇൻറ്റു 9.8. ഇത് ചെയ്യുന്ന സമയത്ത് സൈൻ സ്ക്വയർ തീറ്റ ഇസിക്കൽ ടു കാൽക്കുലേറ്റർ ഇത് ചെയ്യുന്ന സമയത്ത് 0.063 എന്ന് പറഞ്ഞിട്ട് കിട്ടും. അപ്പോൾ സൈൻ തീറ്റ എന്തായിരിക്കും, ഇതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് 0.5534 കിട്ടും. അപ്പോൾ എന്താ, നമുക്ക് തീറ്റ ഇസിക്കൽ ടു നിങ്ങൾ കാൽക്കുലേറ്ററിൽ ഷിഫ്റ്റ് അടിച്ചിട്ട് എന്താണ് സൈൻ അടിച്ച് കഴിഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് കിട്ടും. അപ്പോൾ സൈൻ ഇൻവേഴ്സ് എന്ത് എടുക്കുക, ഈ 0.5534. അപ്പോൾ എന്ത് കിട്ടും, ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു ആൻസർ 33.6 എന്ന് 6 സംതിങ് ഡോട്ട് ഉണ്ടാവും. 33.6 ഡിഗ്രി ആയിട്ട് എടുക്കുക. തീറ്റ ഇസിക്കൽ 33.6 ഡിഗ്രി. ഇനി എന്താ, ഇത് വെച്ചിട്ട് ഹൊറിസോണ്ടൽ റേഞ്ച് കണ്ടുപിടിക്കുക. അപ്പോൾ യു സ്ക്വയർ സൈൻ 2 തീറ്റ ഡിവൈഡ് ബൈ ജി. യു സ്ക്വയർ എന്ന് പറയുമ്പോൾ 14 സ്ക്വയർ ഇൻറ്റു സൈൻ 2 ഇൻറ്റു എന്താ 33.6. തീറ്റ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചപ്പോൾ 33.6. 33.6 2നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2 ഇൻറ്റു 3 6 7 67.2 അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 67 ഡിഗ്രി കിട്ടും. ഇത് ഓൾമോസ്റ്റ് ഒരു എന്ത് കിട്ടും, ഒരു 67 ഡിഗ്രി എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഡിവൈഡ് ബൈ ജി എന്ന് പറയുന്നത് 9.8. അപ്പോൾ ഇതാ 67.2 ആണ്. അപ്പോൾ 14 സ്ക്വയർ 1600 ഇൻറ്റു സൈൻ. ഇതെല്ലാം നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ ഇതൊന്നും നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് അറിഞ്ഞിട്ടില്ലേ കുഴപ്പമൊന്നുമില്ല. സ്റ്റാൻഡേർഡ് ആയിട്ട് എന്തെങ്കിലും അറിയാൻ പറ്റുമെന്നില്ല, അത് വേറെ കാര്യം. കാൽക്കുലേറ്റർ എടുക്കുക, പണി ചോദിക്കുക. ഇവിടെയാണ് കാൽക്കുലേറ്ററിൻ്റെ ആവശ്യം വരുന്നത്. ഇവിടെയാണ് ആ സാധനം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഉപയോഗിക്കേണ്ടത്. സൈൻ 67.2 അടിക്കും. അപ്പോൾ എന്ത് കിട്ടും, 0.9219 എന്ന് പറഞ്ഞിട്ട് ആൻസർ കിട്ടും. അപ്പോൾ 1600 ഇൻറ്റു 0.9219 ഡിവൈഡ് ബൈ 9.8. കാൽക്കുലേറ്റർ അടിക്കുക, വാല്യൂ ചോദിക്കുക, ആൻസർ നമുക്ക് കിട്ടും 150.5 മീറ്റർ. ഇത്ര ഡിസ്റ്റൻസ് ആയിരിക്കും അതിൽ ട്രാവൽ ചെയ്തിട്ടുണ്ടാവുക. അതായത് ഞാൻ ഇവിടുന്ന് ഒരു ഇത് എറിഞ്ഞ് മാക്സിമം ആയിട്ട് ഇതിന് 25 മീറ്ററാണ്. അതായത് ഇതിപ്പോൾ ഇങ്ങനെ പാരബോളിക്കായിട്ട് പോയിട്ട് അത് തൊടാണ്ട്, അതായത് നിങ്ങൾ അതിൻ്റെ ട്രജക്ടറി നോക്കുക, അതിൻ്റെ പാത്ത് നോക്ക്. ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് ഞാൻ ആക്ച്വലി അവിടെ സീലിങ്ങിലാണ് ആക്ച്വലി ഉദ്ദേശിക്കുന്നത്. ആ സീലിംഗ് ഇങ്ങനെ തട്ടാണ്ട് വീണ്. അതാ ഇവിടുന്ന് ഞാൻ എറിഞ്ഞ് വീണ്. അന്നേരം ഞാൻ എന്താണ്, ഇതിപ്പോൾ ബേസ് ലെവൽ ഇവിടുന്ന് മുതൽ അവിടുത്തെ വരെ ഏടിയാണ് വീണത്, ആ വരെയുള്ള ഡിസ്റ്റൻസ്, അതിനാണ് ആക്ച്വലി ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയുന്നത്. ഇങ്ങനെ പോയി പാരബോള, അപ്പോൾ ഇത്ര റേഞ്ച്, ഈ ഒരു ഡിസ്റ്റൻസ്, ആ ഡിസ്റ്റൻസ് ആണ് ആക്ച്വലി ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ആക്ച്വലി കണ്ടുപിടിക്കേണ്ടത്. അത് നമ്മൾ കണ്ടുപിടിച്ച 150.5 മീറ്റർ. ഇനി ഒരു ക്വസ്റ്റ്യൻ ചെയ്യുക. എ ക്രിക്കറ്റർ ക്യാൻ ത്രോ എ ബോൾ ടു മാക്സിമം ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഓഫ് 100 മീറ്റർ. അപ്പോൾ റേഞ്ച് R is equal to 100 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഹൗ മച്ച് ഹൈ അബവ് ദ ഗ്രൗണ്ട് ക്യാൻ ദ ക്രിക്കറ്റർ ത്രോ ദ സെയിം ബോൾ. അപ്പോൾ ഇതേ ബോളിന് ഇയാൾക്ക് എത്ര മാക്സിമം ഹൈറ്റ് കണ്ടുപിടിക്കണം തോന്നുന്നുണ്ട്. ഇതാ ഹൊറിസോണ്ടൽ റേഞ്ച് ഇസ് മാക്സിമം വെൻ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ഇസ് 45 ഡിഗ്രി. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ആംഗിൾ തീറ്റ π/4 ആകുമ്പോഴേ നമുക്ക് മാക്സിമം എന്ത് കിട്ടുക. അതുകൊണ്ടല്ലേ നമ്മൾ ഈ ജാവലിൻ ത്രോസിലോ മാക്സിമം ആ ഒരു ആക്ച്വലി 45 ഡിഗ്രി ഒരു ഐഡിയൽ കണ്ടീഷനാണ്. അത് കിട്ടുമെന്നില്ല നല്ല കാരണം എന്താ, അവിടെ ഇത് ഐഡിയൽ കണ്ടീഷനിൽ എയർ റെസിസ്റ്റൻസ് പിന്നെ ഡ്യൂ ഫാക്ടർ അങ്ങനത്തെ ഒന്നുമില്ല. പക്ഷേ റിയൽ ലൈഫിൽ വരുമ്പോൾ എന്താ അങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. കാറ്റുണ്ടാവും, മറ്റെന്താ പറയുക വിൻഡിൻ്റെ ഒരു പ്രയാസം ഉണ്ടാവും, എയർ പ്രഷർ ഉണ്ടാവും, എയറിൻ്റെ റെസിസ്റ്റൻസ് ഉണ്ടാവും. അപ്പോൾ അതെല്ലാം കാരണം ഒരു മാക്സിമം പോയാൽ ഒരു 37-38 വരെയല്ലേ കിട്ടും. അതന്നെ ഭയങ്കര അത്ര എക്സ്പീരിയൻസ് ആയില്ല. നമ്മൾ നീരജ് ചോപ്രേനെല്ലാം നിങ്ങൾ കണ്ടിട്ടില്ല, എറിയുമ്പോൾ ചങ്ങ എന്ന ഒരു 45 ഏതൊരു ജാവലിൻ ത്രോവറും ഒരു 45 ഡിഗ്രിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നോക്കാം. എന്തായാലും 45 എത്തൂല എങ്ങനെ പോയാലും ഒരു പരമാവധി അതിൻ്റെ അടുത്തുള്ളൊരു വാല്യൂ വരെ എത്താൻ നോക്കും. പക്ഷേ നമ്മളെ ഐഡിയലി പറയുകയാണെങ്കിൽ തീറ്റ ഇസിക്കൽ π/4 45 ഡിഗ്രിയിലാണ് മാക്സിമം ഹൈറ്റിൽ ആ ജാവലിൻ ത്രോ നീങ്ങുക. അത് കണ്ടുപിടിക്കണമല്ലോ. അപ്പോൾ R is equal to U square sin 2 theta by G. അപ്പോൾ ഇഫ് തീറ്റ equal to 45 then R is maximum and is equal to, അപ്പോൾ എന്താ ചെയ്യുക, അപ്പോൾ സൈൻ തീറ്റക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ sin 2 തീറ്റ എന്തായിരിക്കും, sin 2 ഇൻറ്റു തീറ്റ എന്ന് പറയുമ്പോൾ 45 ഡിഗ്രി. ഇതെന്തായാലും 90 ഡിഗ്രി വന്ന് 45ൻ്റെ ഇരട്ടി 90. അപ്പോൾ sin 91 ആണ്. അപ്പോൾ ഇതെന്ത് വരും, ഇത് 1 വരും. അപ്പോൾ U സ്ക്വയർ അപ്പോൾ R മാക്സ്. അപ്പോൾ മാക്സിമം ഇതെങ്ങനെ ഇത് R മാക്സ് എന്നാണ്, കാരണം ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്
ക്രിക്കറ്റർ ക്യാൻ ത്രോ എന്താണ് ബോൾ ടു എ മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് ഓൾറെഡി പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ ആർ മാക്സിൻ്റെ കണ്ടീഷൻ എടുക്കുന്നത് U²/G. ആർ മാക്സ് 100 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 100 = U²/G. ഇത് നമുക്ക് U² കണ്ടുപിടിക്കാമല്ലോ, X² ആയിട്ട് എടുക്കാം. അപ്പോൾ ഇതിന് ഇപ്പുറത്തേക്ക് പറഞ്ഞേക്കും. അപ്പോൾ G ഒരു 10 ആയി ഓക്കെ, ഇത് എടുക്കേണ്ട ആവശ്യമില്ല. ഇത് തൽക്കാലത്തേക്ക് ഒരു ഫസ്റ്റ് ഇക്വേഷനായിട്ട് വെക്ക്. വെൻ ക്രിക്കറ്റർ ത്രോസ് ദ ബോൾ വെർട്ടിക്കലി, അപ്പോൾ ഇയാൾ ബോൾ മുകളിലേക്ക് എറിഞ്ഞ്, ദെൻ ബോൾ ഗോസ് അപ്പ് ഇൻ ടു ദ ഹൈറ്റ് ടച്ച്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ മൂന്നാമത്തെ കൈനമാറ്റിക് ഇക്വേഷൻ V² = U² + 2A. സോ എനിക്ക് തോന്നുന്നത് U²-നിലെ സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മളിപ്പം കൊടുക്കുക, ഞാൻ കാണിച്ചു തരാം. എന്തായാലും എന്താണ് ഫൈനൽ വെലോസിറ്റി 0 ആണ്. മുകളിലേക്ക് അവസാനം ഇതിപ്പോൾ ബോൾ ട്രാവൽ ചെയ്ത് അവസാനം ഒരു പോയിന്റ് എത്തുമ്പോൾ എന്താണ് അത് 0 ഇപ്പോൾ ഹയസ്റ്റ് പോയിന്റിൽ. ഇത് 0² മോട്ട ആവശ്യമില്ല. അപ്പോൾ എന്താണ് U² പ്ലസ് എന്താണ് 2 × -G, കാരണം എന്താ ആക്സിലറേഷൻ നെഗറ്റീവാണ്. പിന്നെ H എന്ന് പറയുന്നത് S എന്ന് പറയുന്നത് എന്താണ് ഹൈറ്റ്, മാക്സിമം ഹൈറ്റ്. H = ഒരു കാര്യം ചെയ്യും, -2GH ഇപ്പുറത്തേക്ക് എടുക്കുക. അപ്പോൾ 2GH = U². മനസ്സിലാകുന്നുണ്ടല്ലോ. അപ്പോൾ H = U²/2G. അവിടെ ഒരു ചെറിയ കാര്യങ്ങൾ ആലോചിച്ച് നോക്കുക. ഈ U²/G നമ്മൾ വീഡിയോ കണ്ടിട്ടുണ്ടല്ലോ, ഈ 1/2 പോട്ടെ, U²/G വീഡിയോ യെസ് U²/G ആണ് ഇത്. ഇതാണ് U²/G എന്ന് പറയുന്നത്. അപ്പോൾ എന്താ 1/2 × U²/G പകരം എന്ത് ചെയ്യുക, R സബ്സ്റ്റിറ്റ്യൂട്ട്, R max സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. R max എത്ര ഓൾറെഡി തന്നിട്ടുണ്ട്, 1/2 × R max എത്ര 100. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ എന്താ 50 മീറ്റർ. സിമ്പിൾ ആൻസറാണ്. അത് ആക്ച്വലി എന്താണ് R max ആവുന്ന സമയത്ത് H max = R max / 2 എന്ന് പറയുന്ന ഇക്വേഷൻ. അത് അത്രയേ സിമ്പിൾ ഷോർട്ട് കട്ട് മെത്തേഡാണ് ഇത്. അതായത് ഇതിപ്പോൾ 100 ആണെങ്കിൽ അതിൻ്റെ പകുതി 50. ഇത് ആക്ച്വലി ഒരു എൻട്രൻസ് ഇക്വേഷനാണ്. ഇത് നിങ്ങൾ ആക്ച്വലി ചെയ്യാൻ പാടില്ല, ഇത് ഇല്ലീഗൽ മെത്തേഡാണ്. ഞാൻ പിന്നെ എന്ന് പറയേണ്ടത് കണ്ടുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഓർമ്മിച്ചാൽ എന്താണ് H max = R, അതായത് R max എത്രയാണോ മാക്സിമം റേഞ്ച് പോകുന്നത് അതിൻ്റെ നേരെ പകുതി ആയിരിക്കും മാക്സിമം ഹൈറ്റ്. സിമ്പിളാണ്. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ മെത്തേഡ് വെച്ചിട്ട് ചെയ്യേണ്ടത്, ആ കോൺസെപ്റ്റ് മനസ്സിലാക്കണം. 1/2 × U²/G ഇതിനകരം ആ R maxൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അതാണ് 100. അപ്പോൾ 2/100 100/2 = 50 മീറ്റർ. ഇത്ര എളുപ്പത്തിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇക്വേഷൻ ഒന്ന് ഓർമ്മിച്ച് നോക്കുക, H max = R max / 2. അപ്പോൾ എന്ത് ചെയ്യുക, ഇതോട് കൂടിയിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുക. ഇനി നമുക്ക് ബാക്കി അടുത്ത ഇതിൽ